ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ഇന്ന് നെവിനുമായിട്ട് ആ ഒരു പ്രശ്നം നടന്ന സമയത്ത് നെവിൻ അനുമോളുടെ അടുത്ത് പറഞ്ഞിരുന്നു, നീ സോക്സിന്റെ കാര്യത്തിൽ വരെ സ്റ്റീരിയോ ടൈപ്പ് നോക്കുന്ന ഒരാളല്ലേ എന്നോ അങ്ങനെ എന്തോ ഒരു കാര്യം പറഞ്ഞിരുന്നു. സോക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം പറഞ്ഞിരുന്നു. അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിന്നിയുടെ സോക്സ് നെവിൻ ഇട്ടുകൊണ്ട് നടക്കുന്നത് അനുമോള് കണ്ടു. അത് സ്ത്രീകളുടെ സോക്സ് അല്ലേ, പെണ്ണുങ്ങളുടെ സോക്സ് അല്ലേ എന്ന് അനുമോള് നെവിന്റെ അടുത്ത് പറഞ്ഞു പോയി. അതിന് നെവിൻ അതും ഒരു ടോപ്പിക്കായിട്ട് എടുത്തിട്ട് ഫൈറ്റിനിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ഇന്ന്. അപ്പൊ ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്നോണം ആയിരിക്കണം ആദിലെ നൂറ് ഇപ്പൊ ഇരുത്തി അനുമോൾക്ക് ഇരുത്തി ക്ലാസ് എടുത്ത് കൊടുക്കുന്നതായിട്ട് ലൈവില് കാണാനായിട്ട് ഇടയായി. ഇതൊക്കെ ഓരോ സ്റ്റീരിയോ ടൈപ്സ് ആണ്. ഇതൊക്കെ നമ്മൾ മാറ്റിയെടുക്കേണ്ട സമയം കഴിഞ്ഞു. ആണുങ്ങൾ കരയാറില്ല എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഇത്. ആണുങ്ങൾക്കൊരു സാധനം പെണ്ണുങ്ങൾക്കൊരു സാധനം ഒന്നും ഇല്ല, എല്ലാവരും ഒരേപോലത്തെ സാധനങ്ങളാണ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആദിലെ ഇങ്ങനെ. അപ്പൊ അനുമോൾ ഒരു ഡയലോഗ് അങ്ങോട്ട് അടിച്ചു. അത് സത്യം പറഞ്ഞ തകർപ്പൻ ഡയലോഗായിരുന്നു. ഇവര് തമ്മിൽ ഒരു തർക്കമോ വഴക്കോ വല്ലോ ആയിരുന്നെങ്കിൽ ആളുകൾ മാസാണെന്ന് തന്നെ പറഞ്ഞു. അമ്മാതിരി ഒരു ഡയലോഗ് പ്രേക്ഷകരായിട്ടുള്ള നമുക്ക് ഇത് കണ്ടുകൊണ്ടിരുന്ന നമുക്ക് പറയാൻ തോന്നിയ കാര്യമാണ് അനുമോള് പറഞ്ഞത്. എന്താണെന്നല്ലേ, അപ്പൊ ഒരു വാച്ച് സെക്ഷനിൽ പോകുമ്പോ ഫീമെയിലിന് ഒരു വാച്ച് മെയിലിന് ഒരു വാച്ച് എന്ന് പറഞ്ഞിട്ടല്ലേ വെക്കുന്നത്, എല്ലാം കൂടെ ഒരുമിച്ചാണോ വെക്കുന്നതെന്ന് അനുമോള് ചോദിക്കുന്നു. അവിടെ സത്യം പറഞ്ഞാൽ തീർന്നു. ഈ ഒരു വാദം അവിടെ അങ്ങ് അവസാനിച്ചു. നമ്മളിപ്പം ഏതൊരു അപ്പാരൽ സ്റ്റോറിൽ പോവാണെങ്കിലും പറഞ്ഞ കാര്യം കറക്റ്റ് അല്ലേ, ഏതൊരു അപ്പാരൽ സ്റ്റോറിൽ പോവാണെങ്കിലും ക്ലോത്തിങ് സ്റ്റോറിൽ പോവാണെങ്കിലും സ്ത്രീകൾക്ക് ഒരു സൈഡില് സ്ത്രീകളുടെ വസ്ത്രങ്ങൾ കാണും. ഒരു ഫ്ലോർ വരെ കൊടുത്തിട്ടുണ്ടാവും സ്ത്രീകളുടെ വസ്ത്രങ്ങൾക്കായിട്ട്. അത് കഴിഞ്ഞ് പിന്നെ അതിന്റെ ടോപ്പ് ഫ്ലോറിലോ വല്ലതും ആയിരിക്കും പുരുഷന്മാർക്കുള്ള വസ്ത്രം. അപ്പോ സോക്സിനൊന്നും ജെൻഡർ ഇല്ല, അല്ലെങ്കിൽ സോക്സ് ഒക്കെ ആർക്ക് വേണമെങ്കിലും ഏത് വേണമെങ്കിലും ഇടാന്ന് പറയുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. ഓക്കെ, മേ ബി പൂക്കൾ ഇഷ്ടമുള്ള അതിൽ ആ കാര്യം അത് സ്പെസിഫിക് ആയിട്ട് അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു. അല്ലാതെ ഇങ്ങനെ ആണുങ്ങൾ കരയാറില്ല എന്നൊക്കെ അങ്ങനത്തെ ഉള്ള എക്സാമ്പിൾസ് ഒന്നും എടുത്തിട്ട് പറയേണ്ട ഒരു ആവശ്യവും ഇല്ലായിരുന്നു. അത് അങ്ങനെ പറയേണ്ട അത്രയും വലിയൊരു സ്റ്റീരിയോ ടൈപ്പ് ഒന്നും അല്ല ഇത്. ഇത് അനുമോള് പറഞ്ഞ പോലത്തെ തന്നെ അത് ആർക്കാണേലും പെണ്ണുങ്ങളുടെ ആണെന്ന് തോന്നുന്ന ഒരു സോക്സ് നെവിൻ ഇട്ടുകൊണ്ട് നടന്നപ്പോ ഇത് പെണ്ണുങ്ങളുടെ അല്ലേ എന്ന് അനുമോള് ചോദിച്ചു. അതിന് ഇത്രയും വോക്ക് കയറ്റി ക്ലാസ് എടുക്കേണ്ട ആവശ്യമൊന്നും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ അതിൽ പറയുന്നത് എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ടും കൂടിയല്ലേ ഞങ്ങൾ വന്നത്. ഇത് എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് വന്നത്. പക്ഷെ ഇങ്ങനെ ഈ വോക്ക് കളിച്ച് ഇവർ വെറുപ്പിക്കാതിരുന്നത് കൊണ്ടാണ് ഇവർക്ക് പ്രേക്ഷകരുടെ ഒരു വലിയ വിഭാഗം ആളുകളും സപ്പോർട്ട് ചെയ്യുന്നത്. ഒരു നല്ലൊരു വിഭാഗം തന്നെ ഇവർക്ക് രണ്ടുപേർക്കും സപ്പോർട്ടായിട്ട് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കേട്ടോ. പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല. സീസൺ 5 നാദിറ കഴിഞ്ഞാൽ ഏറ്റവും അധികം തരംഗം ഉണ്ടാക്കിയിട്ടുള്ള രണ്ടുപേര് തന്നെയാണ് ആദിലെ നൂറയും. ഇവരെ നമുക്കങ്ങനെ വെറുതെ തള്ളിക്കളയാനൊന്നും പറ്റില്ല. പക്ഷെ പറയുന്ന കാര്യങ്ങൾ സൂക്ഷിച്ച് നോക്കിയും കണ്ടും പറയാനായിട്ട് ശ്രമിക്കുക. ഈ വോക്ക് കാരണം മാത്രം നെഗറ്റീവായി പോയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇവര് വോക്ക് കളിച്ചു എന്നല്ല ഞാൻ പറയുന്നത്, ചെറിയൊരു സ്റ്റേറ്റ്മെന്റിൽ പോലും അങ്ങനെ വരാനായിട്ട് പാടില്ല. അതൊരു ശ്രദ്ധിക്കണമായിരുന്നു. ഇപ്പോൾ ഒരു ഫ്രണ്ടിന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നതാണ്, അതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ എന്നിരുന്നാലും ഉണ്ടല്ലോ, അത് ചെറിയ രീതിയിലാണെങ്കിലും ആദിലയുടെ വായുന്നത് കേട്ടപ്പോൾ എനിക്കത് ഒരു ബാഡ് അടിച്ചു. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.